കേരളത്തിലെ ആദ്യ സംഘടിത പ്രക്ഷോഭം നടന്ന മണ്ണ്. കാൽ നൂറ്റാണ്ടിലേറെ ഇടതുമുന്നണി കൈവശം വെച്ച ആറ്റിങ്ങൽ മണ്ഡലം 2019 കോൺഗ്രസ് തരംഗത്തിൽ UDF-നൊപ്പം. ആത്മവിശ്വാസത്തോടെ UDF-ഉം കോട്ട പിടിക്കാൻ CPM-ഉം താമര വിരിയിക്കാൻ BJP-യും കച്ചമുറുക്കിയതോടെ ആറ്റിങ്ങലിൽ ഇത്തവണ കടുത്ത പോരാട്ടം. ആറ്റിങ്ങൽ, വർക്കല, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. 2009 ചിറയൻകീഴ് പേരുമാറി ആറ്റിങ്ങലായത്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായ മണ്ഡലത്തിൽ 1952 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് സ്വതന്ത്രനായ V പരമേശ്വരൻ നായർ. ഭൂരിപക്ഷം 16,904. സംസ്ഥാന രൂപീകരണ ശേഷം നടന്ന 1957 തെരഞ്ഞെടുപ്പിൽ CPI-യുടെ MK കുമാരന്റെ വിജയത്തോടെയാണ് ചിറയൻകീഴ് മണ്ഡലം ആദ്യമായി ചുവപ്പണിയുന്നത്. 62 വിജയം ഇടതിനൊപ്പം. 1967 മണ്ഡല ചരിത്രത്തിലെ ശ്രദ്ധേയമായ വിജയം. ആ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു CPM-ന്. പിളർപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അഭിമാന പോരാട്ടത്തിൽ CPM നിർത്തിയത് K അനിരുദ്ധനെ. എതിർ സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ കരുത്തനായ നേതാവ് R ശങ്കറും. ചൈനാചാരനെന്ന് മുദ്രകുത്തി ആ സമയത്ത് ജയിലിലായിരുന്നു അനിരുദ്ധൻ. ജയിലഴികളിൽ പിടിച്ചു നിൽക്കുന്ന അനിരുദ്ധന്റെ ചിത്രം ജനങ്ങൾക്കിടയിൽ തരംഗമായി. വോട്ടെണ്ണിയപ്പോൾ ജയിലിൽ തടവിലായ അനിരുദ്ധന് ജയം. പെട്ടി പൊട്ടിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞെട്ടി. പോരാട്ടത്തിൽ ശങ്കർ തോറ്റു. 1971 കോൺഗ്രസിലെ വയലാർ രവിയോട് CPM-ലെ വർക്കല രാധാകൃഷ്ണൻ തോറ്റു. കോൺഗ്രസിലെ യുവരക്തമായിരുന്നു അന്ന് രവി. 1977 അനിരുദ്ധൻ വീണു. മണ്ഡലം വയലാർ രവി നിലനിർത്തി. 1980 ഇടതുപക്ഷത്തേക്ക് മാറിയ രവി തോറ്റു. ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി A റഹീം. 1984-1989 വർഷങ്ങളിൽ തലേക്കുന്നിൽ ബഷീറും 1991 സുശീല ഗോപാലനും ജയിച്ചു. 1996 A സമ്പത്ത് മണ്ഡലം നിലനിർത്തി. ഈ വിജയത്തോടെ അച്ഛനും മകനും ജയിച്ച ലോക്സഭാ മണ്ഡലമായി ആറ്റിങ്ങൽ. 1998-ലും 99-ലും 2004-ലും വർക്കല രാധാകൃഷ്ണൻ തന്നെ ജയിച്ചു. 2009-ലും 2014-ലും A സമ്പത്തിനായിരുന്നു വിജയം. 2019-ൽ 4ാം തവണയും സമ്പത്തിനെ തന്നെയാണ് CPM കളത്തിലിറക്കിയത്. CPM കോട്ട തകർക്കാൻ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശിനെയാണ് കോൺഗ്രസ് നിയോഗിച്ചത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശം കത്തി നിന്നതോടെ BJP-ക്കായി ശോഭാ സുരേന്ദ്രനും എത്തിയതോടെ കളം കൊഴുത്തു. വോട്ടെണ്ണിയപ്പോൾ ജനം അടൂർ പ്രകാശിന്റെ തോൽക്കാത്ത മനസ്സിനൊപ്പം നിന്നു. CPM-നെ കൈവിട്ടു. BJP-യുടെ VIP മണ്ഡലമാണ് ആറ്റിങ്ങൽ. A+ മണ്ഡലമായി കണക്കാക്കുന്ന ആറ്റിങ്ങലിൽ അട്ടിമറി വിജയവും അവർ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം 2019 നേടിയ 25% വോട്ടാണ്. 2014 1 ലക്ഷത്തിൽ താഴെ മാത്രം വോട്ടുള്ള BJP-ക്കായി ശോഭാ സുരേന്ദ്രൻ വാരിയെടുത്തത് 2,48,081 വോട്ടുകൾ. വോട്ട് വിഹിതം 10.53% നിന്നും 24.97 ആയി ഉയർന്നു. ഇത്തവണ ഇടതിന്റെയും വലതിന്റെയും വോട്ട് ബാങ്കുകളിൽ കൃത്യമായ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ വിജയം അസാധ്യമല്ലെന്നാണ് കണക്കുകൂട്ടൽ. 2019 ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള വേദിയായി മാറിയ ആറ്റിങ്ങലിൽ BJP നേടുന്ന വോട്ടുകൾ തന്നെയാകും നിർണായകം. അടിയുറച്ച പാർട്ടി വോട്ടുകളായി മാറിയാൽ ഇത്തവണ ആറ്റിങ്ങലിലെ മത്സരം പ്രവചനാതീതമാകും. 2019 സാഹചര്യമല്ല ഇന്നുള്ളത്. അടിയൊഴുക്കുകളിലെ കളികൾ ആരെ തുണയ്ക്കുമെന്ന് പറയാനാകില്ല. മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ഏറെ നിർണായകമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ഇത്തവണ. 7 ഇടത് MLA-മാരുള്ള ലോക്സഭാ മണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നേട്ടമാകുമെന്ന് UDF-ഉം കരുതുന്നു. ഇത്തവണ രാഷ്ട്രീയക്കാറ്റ് മോദിക്കൊപ്പമാകുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. 3 മുന്നണികളും വിജയസാധ്യത ഒരുപോലെ കാണുന്നതിനാൽ വിയർക്കുന്നവർക്കൊപ്പമായിരിക്കും വിജയമെന്ന് ഉറപ്പ്.